കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. USS പരീക്ഷയുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മധ്യകാല ഇന്ത്യ ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും അതുമായി നമുക്ക് പരീക്ഷകളിൽ കാണാൻ സാധ്യതയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഹൈഗ്രേഡ് ഓൺലൈൻ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധ്യകാല ഇന്ത്യ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് 2 ചിത്രങ്ങളാണ് കാണുന്നത്. അതിലൊന്ന് ചെങ്കോട്ടയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ്. അതേപോലെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്താണ് ചെങ്കോട്ട ഡൽഹിയിൽ നിർമ്മിച്ചത്. രണ്ടാമത് കാണുന്ന ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് മുഗൾ ഭരണത്തെക്കുറിച്ച് നോക്കാം. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ വരെ നമുക്കൊരു കോഡിലൂടെ എങ്ങനെയെന്ന് നോക്കാം. ബാജ് ഓർമ്മിച്ചാൽ മതി. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഓർമ്മിക്കുക, ബാബർ 1526 മുതൽ 1530 വരെയാണ്. രണ്ടാമതായിട്ട് മുഗൾ ഭരണം ഏറ്റെടുത്തത് ഹുമയൂണാണ്. 1530 മുതൽ 1540. പിന്നീട് അദ്ദേഹം 1555 മുതൽ 1556 വരെയും ഭരണം ഏറ്റെടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടാണ് അക്ബർ 1586 മുതൽ 1605. ജഹാംഗീർ 1605 മുതൽ 1627. ഷാജഹാൻ 1628 മുതൽ 1658. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ മുഗൾ ഭരണാധികാരി ഔറംഗസേബാണ്. 48 years 7 months and 3 days. ഓക്കെ, ഇനി നമുക്ക് മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യ സ്ഥാപകനായത് ബാബറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു ബാബർ. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ഇനി 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായ ബാബറും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. ഇതാണ് 1ാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓർക്കേണ്ട പോയിന്റ്, ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1526 1ാം പാനിപ്പത്ത് യുദ്ധം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു ചെറിയൊരു അനുശോചനക്കുറിപ്പും കൂടെ പറയാനുണ്ട്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരവുമായി ബന്ധപ്പെട്ട് എഴുതിയ ജസ്യൂട്ട് പാതിരി പിയറി ജാറിക്ക് എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതിശക്തനായ നീതിമാനായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അക്ബർ. അടുത്തത്, അക്ബർ ഫത്തേപൂർ സിറ്റിയിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിക്കുകയുണ്ടായി. 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന എന്ന് പറയുമ്പോൾ വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഒത്തുചേർന്നിരിക്കുന്ന ഒരു വേദിയായിരുന്നു ഇബാദത്ത് ഖാന. ഈ ഒരു ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് തന്നെ അക്ബറിന്റെ മതസഹിഷ്ണുതാ നയത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതേപോലെ തന്നെ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീൻ ഇലാഹി. എന്ന ഈ ഒരു മതത്തിന്റെ കാതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുൽ ഹി കുൽ, അതായത് എല്ലാവർക്കും സമാധാനം.
ഓക്കെ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ അക്ബർ നിർത്തലാക്കിയ ഒരു മതനികുതിയാണ് ജസിയ. ജസിയ എന്ന മതനികുതിയാണ് അദ്ദേഹം നിർത്തലാക്കിയത്. മുഗൾ ഭരണകാലഘട്ടങ്ങളിൽ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു അക്ബർ. രാജ ടോഡർമാൽ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ് ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ച പ്രധാനികളാണ്. ഓക്കെ. അതേപോലെ തന്നെ മുഗൾ സൈന്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമായ മാൻസബ്ദാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെ കീഴിലും ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിര പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദ്ധതി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും ഈ മാൻസബ്ദാരുടെ പദവി നിശ്ചയിക്കുന്നത്. അപ്പം സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് അക്ബർ ഈ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയത്. ഓക്കെ. ഈ മാൻസബ്ദർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകുകയും ഈ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചെടുത്താണ് അവർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. മുഗൾ കാലഘട്ടത്തില് ഭരണ സൗകര്യത്തിനായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു ക്രമീകരണമുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ വരുന്ന സുബ, രണ്ടാമത് സർക്കാർ, മൂന്നാമത് പർഗാന, നാലാമത് ഗ്രാമമാണ്. ഓക്കെ. അതേപോലെ മുഗൾ കാലഘട്ടത്തിലെ നീതിന്യായ നിർവഹണത്തിന് കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. തദ്ദേശീയരായ മതപണ്ഡിതന്മാർ, ഖാസിമാരായിരുന്നു തർക്കങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് രാജാവിനോട് നേരിട്ട് പരാതി പറയാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുഗൾ കാലഘട്ടങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശീയരെ പറ്റിയിട്ടാണ്. അതില് ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ ഓർമ്മിക്കുക. ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യാവസ്ഥയെ പറ്റിയും ജനങ്ങളുടെ ജീവിത രീതിയെ പറ്റിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. പിന്നീട് നമുക്ക് ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഫത്തേപൂർ സിക്രിയും അതേപോലെ തന്നെ ആഗ്രയും. അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനമായ കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി തുടങ്ങിയവയുടെ കൃഷികൾ. അബുൽ ഫസൽ അദ്ദേഹത്തിന്റെ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്ന അബുൽ ഫസൽ ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തമായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അബുൽ ഫസലിന്റെ വളരെ പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ് ഐൻ ഇ അക്ബരി, അതേപോലെ അക്ബർ നാമ. ഓക്കെ. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, കാർഷിക രംഗത്തെ ഉൽപാദനത്തിന്റെ വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. ഓക്കെ. അക്കാലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. ഓക്കെ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം വിവർത്തനം ചെയ്തത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കു ആയിരുന്നു. ഈ ഒരു വിവർത്തനം നമുക്ക് വേണമെങ്കിൽ സാംസ്കാരിക സമന്വയത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് മെൻഷൻ ചെയ്യാം. പിന്നീട് മുഗളന്മാർ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയാണ് താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവയുടെ. ഓക്കെ. അതേപോലെ തന്നെ പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഹിന്ദുസ്ഥാനി സംഗീതം. വിജയനഗരം, പേര് പോലെ തന്നെ വിജയത്തിന്റെ നഗരം. ഈ നഗരം ഒരേ സമയം ഒരു നഗരത്തിന്റെയും ഒരു രാജ്യത്തിന്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ്
ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതാണ് ചരിത്രകാരന്മാരെ വിജയനഗരത്തിലേക്കുള്ള ശ്രദ്ധ പതിപ്പിച്ചത്. ഓക്കെ, വിജയനഗര രാജാക്കന്മാരാണ് സംഗമ രാജവംശത്തില് ഹരിഹരൻ, ബുക്കൻ. ഓക്കെ, നമ്മൾ ഓർമ്മിക്കണം, ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ഓക്കെ, സാലുവ വംശത്തിലെ രാജാവായിരുന്നു നരസിംഹ സാലുവ. തുളുവ വംശം വീര നരസിംഹൻ, അതേപോലെ കൃഷ്ണദേവരായർ. ഓർമ്മിക്കുക, കൃഷ്ണദേവരായർ അല്ലെ, വളരെ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. ഓക്കെ, അദ്ദേഹം തുളുവ വംശത്തിന്റെ രാജാവായിരുന്നു. നെക്സ്റ്റ് അരവിടു വംശം, തിരുമല, അതേപോലെ വെങ്കിടാവൾ. നമുക്ക് കൃഷ്ണദേവരായരെ പറ്റി നോക്കാം. അദ്ദേഹത്തിന്റെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിട്ടുണ്ട്. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പണി കഴിപ്പിച്ചു. അതേപോലെ തന്നെ വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തി ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്ത് മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ട്. അസാമാന്യ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായുള്ള 2 കൃതികളാണ് അമുക്ത മാല്യത, ജാംബവതി കല്യാണം. ഓർമ്മിക്കുക, അമുക്ത മാല്യത, ജാംബവതി കല്യാണം. അതേപോലെ തന്നെ അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. നമുക്കിനി അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തെ പറ്റി ഒന്ന് നോക്കാം. വിജയനഗരത്തിലും രാജവാഴ്ച തന്നെയായിരുന്നു നിലനിന്നത്. ഭരണ സൗകര്യത്തിനായി അദ്ദേഹം രാജ്യത്തെ മണ്ഡലങ്ങൾ, അതായത് പ്രവിശ്യകൾ, നാടുകൾ എന്ന് പറയുമ്പോൾ ജില്ലകളാണ്, സ്ഥലം, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ 4ആയി വിഭജിക്കുകയുണ്ടായി. മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തില് പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. ഈ സൈനിക മേധാവികളാണ് അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സൈനിക മേധാവികൾക്ക് രാജാവ് ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകേണ്ടായിരുന്നു. ഈ ഭൂപ്രദേശങ്ങളാണ് അമര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ അമരത്തിന്റെ ഭരണം നിർവഹിക്കുന്നത് ഈ അമര നായകന്മാരായിരുന്നു. അവിടെയുള്ള നികുതി പിരിക്കാനുള്ള അവകാശവും അവർക്ക് തന്നെയായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിന് അറിയപ്പെടുന്നത് അമരനായക സംവിധാനം. ഓക്കെ, അടുത്തത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 1, ആരുടെ ഭരണകാലത്താണ് ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത്? ഷാജഹാൻ. റൈറ്റ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഏതാണ്? ഹംപി. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ബാബർ. ഏത് യുദ്ധത്തിലാണ് ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയത്? കൂട്ടുകാരെ ആൻസർ എഴുതി നോക്കണേ. 1-ാം പാനിപ്പത്ത് യുദ്ധം അല്ലെ. പാനിപ്പത്ത് ഏത് സംസ്ഥാനത്തിലാണ്? ഹരിയാന. 1-ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. മതസഹിഷ്ണുതയ്ക്കും ദീൻ ഇലാഹി എന്ന സമന്വയ മതത്തിന്റെ സ്ഥാപനത്തിന് പേരുകെട്ട ചക്രവർത്തിയാണ് ആര്? അക്ബർ. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം 1-ാം പാനിപ്പത്ത് യുദ്ധം. അക്ബർ സ്ഥാപിച്ച ദീൻ ഇലാഹി എന്ന മതത്തിന്റെ കാതൽ എന്തായിരുന്നു? എല്ലാവർക്കും സമാധാനം, സുൽഫ് ഈക്വൽ. അക്ബറുടെ തലസ്ഥാന നഗരം എവിടെയായിരുന്നു? ഫത്തേപൂർ സിക്രി. താജ്മഹൽ നിർമ്മിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയാണ്? ഷാജഹാൻ. അപ്പൊ ഓർമ്മിക്കുക, നാം നേരത്തെ പറഞ്ഞു ചെങ്കോട്ട, അതേപോലെ തന്നെ ചെങ്കോട്ട, അതേപോലെ തന്നെ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. അക്ബർ നടപ്പിലാക്കിയ മാൻസബ്ദാരി, ഇതില് മാൻസബ് എന്ന പദവി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിര പടയാളികളുടെ എണ്ണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, വിദൂഷകനായി ബീർബൽ ആരുടെ രാജസദസ്സിലെ അംഗമായിരുന്നു? അക്ബറിന്റെ. ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.